പി ആർ കൊടുക്കുക എന്ന് പറയുന്നത്. പി ആർ ഇല്ലാത്ത ഒരു മനുഷ്യൻ ലോകത്തില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കാനും പി ആർ ഒക്കെ ഉണ്ട്. അത് പണം കൊടുത്തിട്ടാവാം, അല്ലാതെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാവാം, പണം കൂടുതൽ കൊടുത്തിട്ട് ചെയ്യുന്നതാവാം. ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. എന്ത് ചെയ്താലും നമ്മളുടെ സ്റ്റഫ് ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമുണ്ട്. സാറിനെ സംബന്ധിച്ചായാലും സാർ ഒരു രീതിയിലും ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതെ പുറത്തിറങ്ങിയൊരു മനുഷ്യനാണ്. ആരെക്കുറിച്ച് എല്ലാവരെ കുറിച്ചിട്ടായാലും നല്ലൊരു ഗുണമുള്ള മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ പറയും. കാരണം വെച്ചാൽ മറ്റുള്ളൊരു കണ്ടസ്റ്റന്റ് ആയാലും സാറിനെ പറ്റി ഇത് പറഞ്ഞെങ്കിൽ പോലും ലാലേട്ടനടക്കം സാറിനെ ഭയങ്കര ഒരു രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടാണ് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരു കാര്യം. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഒരുപാട് ഫേക്ക് ഗെയിം കളിച്ചിട്ട് ബിഗ് ബോസിൽ ഒരുപാട് പേര് ഇത്ര നാൾ നിന്നു അവിടെ തന്നെ. പക്ഷെ എങ്ങനെയാണ് ബിഗ് ബോസിലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിഗ് ബോസിലെ മത്സരത്തിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് അവിടെ? ബിഗ് ബോസിൽ നമ്മളിപ്പോൾ ഞാൻ അവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സ്വന്തം അമ്മയെടുത്ത് സംസാരിക്കുന്ന പോലല്ല ഭാര്യയെടുത്ത് സംസാരിക്കുന്നത്. ഭാര്യയെടുത്ത് സംസാരിക്കുന്ന പോലെ സുഹൃത്തുക്കൾ സംസാരിക്കുന്ന പോലല്ല നമ്മൾ ഇപ്പം അഭിനയമാണെങ്കിൽ ഒരു ഡയറക്ടർ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വേറെ ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഹയർ ഓഫീസേഴ്സിന് എല്ലായിടത്തും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. ബോഡി ലാംഗ്വേജിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസവും സംസാരത്തിലുള്ള വ്യത്യാസവും ബിഗ് ബോസിലും കാണിക്കണം. കുറെ കള്ളത്തരങ്ങളും ഫേക്ക് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് നിൽക്കാൻ പറ്റൂ. വളരെ ജെന്യൂൻ ആണെന്ന് പറഞ്ഞാൽ അവിടെ പറ്റില്ല. അത് പറ്റും, അതിന് ബിഗ് ബോസും കൂടെ സപ്പോർട്ട് ചെയ്താൽ. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ചരിത്രത്തിലായിരിക്കും റീ എൻട്രികൾ വന്ന് തകർത്തൊരു ബിഗ് ബോസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇപ്പൊ സാറായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഭയങ്കര ഒരു ചരിത്രം സംഭവിച്ചിട്ടുണ്ട് അവിടെ. കാരണം വെച്ചാൽ പല ആൾക്കാർക്കും വോട്ട് കൂട്ടിക്കൊടുത്തു, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ റീ എൻട്രികൾ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ? ഞാൻ പ്ലാൻ ചെയ്യാൻ ഞാൻ ആരുമായിട്ടും കൂടിയല്ലോ ഒന്നും ചെയ്തത്. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് എന്റെ സ്വതസിദ്ധമായ ഒരു ശൈലിയിലേക്ക് ഒന്ന് കളിയാക്കണമെന്നുണ്ടായിരുന്നു. അനീഷിനെ കളിയാക്കി, അനുവിനെ കളിയാക്കി, പി ആറിന്റെ പേര് പറഞ്ഞ് അനുവിനെ കളിയാക്കി. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളികൾക്ക് സംഭാവനിച്ച വാക്കാണ് പി ആർ. അത് നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ ഇനി മലയാളികൾ ഉപയോഗിച്ചു തുടങ്ങും പി ആർ എന്ന വാക്ക്. പിന്നെ അനീഷിനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിളിച്ചത് BigBossMary.com എന്നാണ്. അപ്പൊ അതും അവിടെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഷാനവാസിനെ ഞാൻ കളിയാക്കി, അതിലെ നൂറെ ഞാൻ കളിയാക്കി, അക്ബറിനെ കളിയാക്കി. ഇത് പാരഡി മാത്രമേ ഉള്ളൂ, ഒറിജിനലൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ശരിയാണ്, അയാൾക്ക് ഒറിജിനലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പൊ അതുപോലെ ഒരുപാട് ഇപ്പൊ അന്നേരം ഫൈനലിലുള്ള എല്ലാവരെയും ഞാൻ കളിയാക്കിയിട്ട് പിന്നെ അവരിലേക്ക് പതുക്കെ അടുത്തെടുത്ത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ നെഗറ്റീവ്സ് ഒക്കെ ആളുകൾ പറഞ്ഞു. ഞാൻ രണ്ടാമത് എന്തൊക്കെ ആക്കാൻ പോയി എന്നൊക്കെ. അവസാനം വന്നപ്പോൾ അനീഷിനും വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ, അനിമോൾക്കും വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ, ഷാനവാസിനും വേണ്ടപ്പെട്ട ആളായി. ആർക്കും എന്നോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. 1-2 പേർ കഴിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്തത്തെ കാര്യങ്ങൾ അകത്ത് പറയുമ്പോഴായിരിക്കാം ചിലപ്പോൾ കൂടുതൽ പൊട്ടിത്തെറികൾ അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ ഇമോഷൻസ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക പല ആൾക്കാരായിട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ശൈത്യ പുറത്തുനിന്ന് അകത്ത് വന്നിട്ട് അനുമോളെ പറ്റിയിട്ട് പറയുന്നതും സ്വന്തം എന്റെ പി ആർ വർക്ക് ചെയ്യുന്നതാണ് നിന്റെ പി ആറും ചെയ്തതെന്നും പറയുമ്പോൾ തന്നെ അത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ അനുമോളൊന്നും അവിടെ സംസാരിക്കുന്നുമില്ല, എന്നാൽ ശൈത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു സ്ക്രീൻ പ്രസൻസ് ആണോ, അല്ലെങ്കിൽ അത് അനുമോൾക്കെതിരെ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് സാറിന്? സ്ക്രീൻ പ്രസൻസ് അല്ല, അത് അവരുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന കാര്യം പറയും. അത് പക്വത കുറവ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ അവരൊക്കെ കാണിച്ചത് ഒരു പക്വത കുറവ്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇതൊരു ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്. ആ ഷോയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ അവളോട് എനിക്ക് ദേഷ്യമുണ്ടെന്ന് വിചാരിച്ച് എല്ലാം വിളിച്ച് പറഞ്ഞാൽ നമ്മളുടെ ക്യാരക്ടറാണ് പോകുന്നത് എന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ ഒരു പക്വത കുറവാണ് അവിടെ പലതും സംഭവിച്ചത്. ഇവര് വിചാരിക്കുന്നത് അവിടെ വന്നിട്ട് എല്ലാവരും അറിയട്ടെ, അവരോടുള്ള ദേഷ്യം ഞാൻ പറഞ്ഞു തീർത്ത് എല്ലാവരും അറിയട്ടെ എന്നാണ്. വളരെ നെഗറ്റീവായിട്ട് സ്വയം നെഗറ്റീവ് ആവുകയും മറ്റൊരാൾക്ക് പോസിറ്റീവ് ആവുകയും ചെയ്തപ്പോൾ അതാണ് സംഭവിച്ചത്. ഇപ്പൊ തന്നെ ഈ അനുമോള് ബിഗ് ബോസ് വിന്നറായി കഴിഞ്ഞപ്പോൾ പല ആളുകളും റിയാക്ഷൻ നമ്മൾ കണ്ടിരുന്നു. ചില ആളുകൾ കൈയടിക്കുന്നു, ചില ആളുകൾ കൈയടിക്കാതിരിക്കുന്നു. സാറിനെ സംബന്ധിച്ചാൽ സാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാർ പ്രതീക്ഷിച്ചിരുന്നു അനുമോൾ ഇങ്ങനെ വിന്നർ ആവും? ഞാൻ ഫൈനൽ വീക്കിൽ അവിടെ ഇറങ്ങി ഉള്ളപ്പോഴും ലാസ്റ്റ് ഡേയിലൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ച് പറഞ്ഞു ഇത് അനുമോളുടെ വോട്ടാണ് എന്ന്. ഞാൻ ക്യാമറ, അതായത് ഹൗസിനകത്തുണ്ടെങ്കിൽ അത് ക്യാമറയിലൂടെ ആളുകൾ അറിയുമല്ലോ. ആദ്യം ചെന്നപ്പോൾ ബിൻസിയുടെ ഒരു ആക്രമണം, അത് കഴിഞ്ഞ് ശൈത്യയുടെ ഒരു ആക്രമണം, അത് കഴിഞ്ഞ് അതിലെ ഒരു മോർണിംഗ് ടാസ്കിൽ പിന്നെ അനുമോൾക്കെതിരെ പറഞ്ഞത്, അവസാനം അക്ബർ പി ആറിന്റെ ഒരു ടിഷ്യൂ പേപ്പർ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് അയാൾ അവിടെ ആരോപിച്ചത്. ഈ ചെയ്ത 4 പൊട്ടന്മാരാണെന്നേ പറയുള്ളൂ. ഓപ്പോസിറ്റ് കണ്ടസ്റ്റന്റിന് പ്രസൻസ് കൊടുക്കാനായിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നവരെ എല്ലാം മണ്ടന്മാരാണ്. നമുക്ക് വോട്ട് പിടിക്കണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ട്. പക്ഷെ അതിന് പകരം സ്വാഭാവികമായിട്ടും അതിനകത്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തരും മാറി ആക്രമിക്കുന്നത് ഒരേ ഒരാളെ.
വേറെ എങ്ങോട്ടേക്കും പോകുന്നില്ല. അപ്പൊ എല്ലാവരും ആലോചിക്കും, കൂടുതലും സ്ത്രീ പ്രേക്ഷകരൊക്കെ ആലോചിക്കും അനുമോൾ എന്ന് പറയുന്ന ഒരു കൊച്ചിനെ ഇട്ട് കഷ്ടം. എനിക്ക് വന്ന മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ അനുമോളിന്റെ ആരാണ്? ഒരാൾ എന്നെ വേദനയോടുകൂടി ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഞാൻ ആരുമല്ല, ഞാൻ സൗദിയിൽ വയ്ക്കുന്ന ഒരു വീട്ടമ്മയാണ്, എൻ്റെ മോളെ പോലെയാണ് ഞാൻ കാണുന്നത്, സാറ് കഴിയുമെങ്കിൽ ഇതൊന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ മോളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരെങ്ങനെ ആക്രമിക്കുമ്പോൾ നമുക്കതിനൊരു സെന്റിമെന്റ്സ് മനസ്സിൽ തോന്നും. ആ സെന്റിമെന്റ്സ് എല്ലാം ഔട്ടായിട്ട് പോയി. ഇതിനകത്തൊരു PR എന്ന് പറയാൻ കഴിയില്ല എൻ്റെ അഭിപ്രായത്തിൽ. ഓഫ് കോഴ്സ് ഇത് നിലനിന്ന് പോണേ. കാരണം ആദ്യത്തെ ആഴ്ച ഞാൻ എവിക്റ്റ് ആവാൻ കാരണം വേറെ ആളുടെ PR ആണെന്നുള്ളത് അവിടെ തന്നെ പ്രൂവ് ചെയ്തതാണ്. എനിക്ക് അവരോട് യാതൊരു വിഷയം. അവിടെ കാശുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓട്ടോ മത്സരത്തിൽ പോകുമ്പോൾ നല്ല സ്പൈക്ക് വാങ്ങിക്കാൻ കാശുള്ള ആൾ നല്ല സ്പീഡിൽ ഓടാൻ പറ്റും, അല്ലെങ്കിൽ നല്ല കോച്ചിന് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾ നല്ലോണം ഓടാൻ പറ്റും. എനിക്ക് ഷൂ ഇല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ എനിക്ക് ഓടാൻ പറ്റും. ഈ അനുമോളെ സംബന്ധിച്ചാൽ അനുമോളെ എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കായിരുന്നു എല്ലാവരിലും നന്മയുണ്ടെന്ന് പറഞ്ഞൊരു വാക്ക്. കാരണം വെച്ചാൽ അത് എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഇതിലാണ് പറഞ്ഞത്. അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ സാറ് ഏത് രീതിയിലായിരുന്നു, ആളുടെ സ്വഭാവത്തിലായാലും ആ മാറ്റങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് കണ്ടുപോകുന്നത്? അനുമോളെ ഞാൻ ബിഗ് ബോസ് വരുമ്പോഴല്ല കാണുന്നത്. അനുമോൾ ഞാനും കൂടെ സൂസു എന്ന് പറയുന്ന സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ അവളെ കാണുന്നുണ്ട്. നല്ല ബുദ്ധിമതിയും കുറച്ച് പൊട്ടത്തരവുണ്ട്. ഈ പൊട്ടത്തരവാണ് അവിടെ ഇരുന്നുകൊണ്ട് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ചേട്ടായിട്ട് ഞാൻ കാശ് വാങ്ങിക്കുന്നില്ല, അപ്പൊ ഞാൻ കണ്ടു കൊടുക്കണ്ടെന്ന് അവിടെ നിന്നുകൊണ്ട് പറയുന്നത് അത് അവളുടെ പൊട്ടത്തരവാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബിഗ് ബോസിനകത്ത് നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമതിയാണ്, അവൾ മിടിക്കുകയാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചരിത്രത്തിലൊരു ഭാഗമാണ് അനീഷ് എന്ന് പറഞ്ഞൊരു കോമൺ റണ്ണറപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സാധാരണക്കാരൻ റണ്ണറപ്പായി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞൊരു മത്സരത്തിൽ ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. അല്ല, അനീഷ് അങ്ങനെ വെറും ഒരു സാധാരണക്കാരൻ എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാരൻ എന്നുള്ളതിന് നമ്മൾ എവിടെയാണ് ഒരു ബോർഡർ വെക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇയാളത് അനുമോളെ പോലൊരു സെലിബ്രിറ്റി കോമണർ ആണല്ലോ. അല്ല, അയാളുടേതായ മേഖലയിൽ ഞാൻ ഷോ കഴിഞ്ഞ് വരുമ്പോഴത്തേ അവിടെ ബിഹൈൻഡ് ദ സ്ക്രീനിലുള്ള ഒരുപാട് പേര് അയാളുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ മേഖലയിൽ അയാൾ അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു. അയാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലാതെ അയാൾ എങ്ങൊന്നും എവിടെ നിന്നും പൊക്കിയെടുത്തോണ്ട് വന്ന ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി അയാളുടെ പൊക്കിയെടുത്തോണ്ട് വന്ന അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല. ഈ അനുമോളെ പോലെ പ്രശസ്തിയില്ല, അല്ലെങ്കിൽ ഷാനവാസിനെ പോലെ പോപ്പുലർ അല്ല എന്നുള്ളത് ഒഴിച്ചല്ല അവരെല്ലാം അവരുടെ മേഖലയിൽ അവർ ഇപ്പോൾ അക്ബർ അല്ല സോറി ഈ അനീഷ് ഒന്ന് രണ്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാഹിത്യ മേഖലയിൽ അയാൾ അറിയപ്പെടുന്ന ഒരാളല്ലേ. പിന്നെ അയാൾ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അയാൾ അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ അയാൾ അറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ അയാൾ സ്വന്തമായി കൃഷി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ അയാൾ ഒരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ അയാൾ നമ്മൾ ഈ TV അഭിനയിക്കുന്നവർ മാത്രമാണോ സെലിബ്രിറ്റീസ്? ഇപ്പോൾ അതിലേറ്റവും കൂടുതൽ സീനിയർ ആയിട്ട് നിന്ന സാറായിരുന്നു. അപ്പോൾ സാറിന് എന്ത് തോന്നി? അതെ, സാറിന് എന്ത് തോന്നി? സാറിന്റെ ഈ കൂടുതൽ മത്സരാർത്ഥികളെ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അവരായിട്ട് ഇത്ര നാൾ നിന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യത്തെ ആഴ്ചകളിൽ ഞാൻ ആദ്യത്തെ ആഴ്ചകളില്ല ആഴ്ച ഞാൻ നിന്നപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് സിങ്കാകാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള ഗ്രോത്തിൽ എങ്ങനെയൊക്കെ പോകും അതിന്റെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ പോകുമായിരുന്നു. പക്ഷേ ഈ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ട അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ്. അവിടെ വളരെ ഗ്രൂപ്പുകൾ ഭയങ്കര ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇത് ആ ഒരു ഘട്ടം തിരിച്ചേറിയപ്പോൾ അത് എന്നെ അസ്വസ്ഥമാക്കി. കാരണം എനിക്ക് എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു. ഞാനൊരു ശോഭയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും നോക്കും. അപ്പോൾ അവിടെ 2 പേര് 3 പേരുടെ ഒരു കൂട്ടമാണ്. ഇവര് ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഈ പ്ലാനിങ് ഒക്കെ എന്താണ് പ്ലാനിങ്? അനുവിന് വോട്ട് കൊടുക്കാനുള്ള അല്ല, ഈ PR വർക്കിൽ ഇപ്പം വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത ബിഗ് ബോസിൽ ഈ പറഞ്ഞ പോലെ PR വർക്ക് ചെയ്യാതെ നമുക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സന്ദേശമാണ് ഇപ്രാവശ്യം നമുക്ക് നൽകുന്നത്. കാശുണ്ടോ PR ഉണ്ടോ നമുക്ക് ജയിക്കാം എന്നൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാശ് കൂടുതൽ ഓഫർ ചെയ്യുന്ന ആള് ഇപ്പൊ ആരാണ് PR വർക്ക് ചെയ്തത്, ഞാനാണ് ഇത് നേടിക്കൊടുത്തത് എന്നൊക്കെ അയാൾ അനുമോളെക്കാളും പ്രശസ്തനായി, അല്ലെങ്കിൽ വിന്നറായ ആളിനേക്കാളും പ്രശസ്തനായി മാറിയിട്ടുണ്ട് ഈ PR വർക്ക് ചെയ്ത ആൾ. അപ്പം അയാള് അടുത്ത പ്രാവശ്യം കൂടുതൽ ഡിമാൻഡിങ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് പണക്കാരുടെ ഒരു കളിയായി മാറാനുള്ള സാധ്യത ഉണ്ടാവും. സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലേക്ക് കൃത്യമായിട്ട് വന്നു. എന്നെ ബിഗ് ബോസ് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. കരിയറിൽ മാറ്റം വരുത്തിയില്ല, ഫിനാൻഷ്യലി മാറ്റം വരുത്തിയില്ല, സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഒന്നും. എനിക്ക് ഇപ്പോഴും ഞാൻ പഴയ മീൻ മാർക്കറ്റിൽ പോയി എനിക്ക് മീൻ വാങ്ങിക്കാം, പഴയ പച്ചക്കറി കടയിൽ നിന്ന് ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു. അല്ല, എന്തെങ്കിലും ഒരു സ്വഭാവത്തിലോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലോ വ്യത്യാസം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വഭാവമൊക്കെ നല്ല തന്നെ കണ്ടു ഇപ്പോഴും? അല്ല, മറ്റുള്ളവരെ കണ്ടു, മറ്റുള്ളവർ എന്തെങ്കിലും സംസാരിച്ചു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ മനസ്സിലായി. നമ്മള് ഒരുപാട്
ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, പല പല വയസ്സുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങളായാലും സാറ് പറയുന്ന കാര്യങ്ങളായാലും തന്നെ കൂട്ടി യോജിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടാവാമല്ലോ. ശരിക്കും ഇങ്ങനെയാണോ ശരിക്കും നമ്മള് സാർ മനസ്സിലാക്കാം, പഴയ കാലഘട്ടം പോലെയല്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം. ഇപ്പൊ സാറായാലും രണ ഫാത്തിമയുടെ ആ ഒരു പ്രശ്നത്തിലായാലും ഇടപെട്ടപ്പോ തന്നെ അല്ല, അവരെ കാണുമ്പോഴത്തേക്ക് പുതിയ പിള്ളേരൊക്കെ ഇങ്ങനെയാണോ എന്നൊരു സംശയം തോന്നി. കാരണം ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ഇതുപോലെ ആയി കഴിഞ്ഞാൽ സമൂഹം ഏത് വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമായിട്ട് ഞാൻ കാണുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് പുതുതലമുറയുടെ ഏറ്റവും വലിയ ദോഷമായിട്ട് ഞാൻ കാണുന്നത്. മുതിർന്നവരാരും നിങ്ങൾ പോയി കഞ്ചാവടിക്ക് അല്ലെങ്കിൽ സ്വർണം കടത്തി അല്ലെങ്കിൽ ആ കാണുന്നവനെ അടിച്ച് കൊല്ലു എന്നൊന്നും പറഞ്ഞു കൊടുക്കില്ല. എപ്പോഴേ വീരപ്പൻ പോലും അല്ലെങ്കിൽ അതുപോലെ ഈ സമൂഹത്തിൽ ക്രൂരതകൾ കാണിച്ചവർ പോലും അവരുടെ മക്കള് നാളെ മുതൽ എന്റെ പാത പിന്തുടരുന്നു പറയില്ല. അവര് പോലും അവനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു വേറെ എന്തെങ്കിലും ആക്കാനാണ് ശ്രമിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലത് ചെയ്യാനാണ് മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക. ഈ മുതിർന്നവരെ അനുസരിക്കാത്ത ഒരു തലമുറ വരുന്നത് അതിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അറിയില്ല ഇങ്ങനെയൊക്കെ പോയാൽ എവിടെയൊക്കെ ചെല്ലുന്ന നമ്മുടെ സൊസൈറ്റി എവിടെ എത്തും. അത് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ് സാർ. താങ്ക് യു. ഓക്കെ.